വെൽക്കം ബാക്ക്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ ഒന്നാമതായിട്ടുള്ള ഒരു സംശയമാണ്, രണ്ടാമതൊരിക്കൽ കൂടി ഗവൺമെന്റ് ഐറ്റികളിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുമോ, ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ മുമ്പ് നിങ്ങൾ SCDD അല്ലെങ്കിൽ STDD ഗവൺമെന്റ് ഐറ്റികൾ ഒഴികെയുള്ള ഏതെങ്കിലും ഐറ്റികൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗവൺമെന്റ് ഐറ്റിയുടെ പേരുൾപ്പെടെ നൽകേണ്ടതായിട്ട് വരും. SCDD STDD ഐറ്റികൾ ഒഴികെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ വന്നിട്ടുള്ള ഗവൺമെന്റ് ഐറ്റി അഡ്മിഷന് പുറമെ SC അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ST അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഐറ്റികൾ ഉണ്ടായിരിക്കും. അതിന്റെ അഡ്മിഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കുന്നത്. സോ അവിടെ അല്ലാതെ നിങ്ങൾ നിലവിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നില്ലേ, സോ അങ്ങനെയുള്ള ഗവൺമെന്റ് അതായത് സാധാരണ ഉള്ള ഗവൺമെന്റ് ഐറ്റികളിൽ എവിടെയെങ്കിലും മുൻപ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഫില്ല് ചെയ്യേണ്ടി വരും. ഈ ഒരു കോളത്തിൽ yes കൊടുക്കേണ്ടതായിട്ട് വരും. സോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക ഇപ്പോഴത്തേക്ക്, അതായത് പുതിയ നിലവിൽ ഇതുവരെയും അഡ്മിഷൻ ഗവൺമെന്റ് ഐറ്റികളിൽ അഡ്മിഷൻ നേടാത്ത ആളുകൾ ഇല്ലാതെ വന്നെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അവസാനമൊക്കെ ആകും, ചിലപ്പോൾ കിട്ടും എന്നുള്ള നമുക്ക് പറയാനും കഴിയില്ല. സോ ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും, പക്ഷേ എന്ന് ഉറപ്പ് പറയാനായിട്ട് സാധിക്കത്തില്ല. സോ പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കൽ കൂടി ഗവൺമെന്റ് ഐറ്റിയിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മീൻസ് ഞാൻ മുമ്പ് പഠിച്ചത് എവിടെ, പ്രൈവറ്റ് ആയിട്ട് ഫിറ്റർ എന്ന് പറയുന്ന ട്രേഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഇനി ഗവൺമെന്റ് ഐറ്റിയിൽ അഡ്മിഷൻ ലഭിക്കും. പക്ഷേ ഗവൺമെന്റ് ഐറ്റിയിൽ ഒരിക്കൽ അഡ്മിഷൻ എടുത്ത ആൾക്ക് അതിനുള്ള സാധ്യത കുറവാണ്. സോ ഇനി എവിടെ പോകേണ്ടി വരും, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര പഠിക്കാം, ട്രേഡുകൾ എത്ര വേണമെങ്കിലും എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ ഗവൺമെന്റ് ഐറ്റിയിൽ പഠിച്ചവർക്ക് ഒരിക്കൽ കൂടി കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. പുതിയ അഡ്മിഷൻ എടുക്കുന്നവരുടെ അഭാവത്തിലേക്ക് കിട്ടുകയുള്ളൂ. സോ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.